പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തുട്ട് അറിയാ? പരിശുദ്ധാത്മാവ് ഒരാളിൽ അങ്ങോട്ട് നിറഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ മോനെ. ദിസ് ഇസ് നോട്ട് തള്ള്, ഇത് എൻ്റെ എക്സ്പീരിയൻസാ. എൻ്റെ പേര് പ്രവാചകൻ അസറിയ. ഓദേദിന്റെ മോനായിട്ട് വരുവട്ടാ. ആസാ രാജാവിനെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പുള്ളിക്കാരൻ കലിപ്പ് മോഡിൽ 1 മില്യൺ പടയാളികളെ അടിച്ച് തോൽപ്പിച്ചു വരുന്ന സീൻ ഓർമ്മയുണ്ടോ? അന്നങ്ങനെ ജയിച്ചു വരുന്ന ടൈമിൽ ആർക്കായാലും കുറച്ച് തലക്കനമൊക്കെ വരാൻ ചാൻസ് ഇല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അസറിയ നീ ചെന്ന് ആസയോട് ഒരു ഡയലോഗ് അങ്ങോട്ട് കാച്ചണം. ഞാൻ നേരെ രാജാവിന്റെ അടുത്തേക്ക് വിട്ടു. എന്നിട്ട് പറഞ്ഞു, 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 2-ാം വാക്യം കേൾക്കുവിൻ. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. ആ ഒറ്റ ഡയലോഗിൽ പുള്ളിക്കാരൻ അങ്ങോട്ട് ചാർജായി. ആ ആവേശത്തിൽ നാട്ടിലെ വിഗ്രഹങ്ങളൊക്കെ അടിച്ചു തകർത്ത് ജനമനസ്സുകളിൽ ദൈവത്തെ പ്രതിഷ്ഠിച്ചു. അതാണ് മക്കളെ ദൈവവചനത്തിന്റെ പവർ. ഇങ്ങനെ മറ്റുള്ളവരെ ചാർജ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എത്ര ദൈവവചനങ്ങളുണ്ട്? 1000, 100, തെറ്റാതെ ഒരു 10 വചനം കൊണ്ട് നിങ്ങളുടെ ബ്രെയിനും ഹാർട്ടും ഫുള്ള് നിറച്ചോ. അപ്പൊ നിങ്ങൾക്ക് വചനത്തിന്റെ പവർ ബാങ്ക് ആകാം.